നമസ്കാരം. രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ചവരാണ് നമ്മൾ. എന്നാൽ അതിനേക്കാൾ വലിയ ശക്തമായ ഒരു പ്രളയം ഇനിയും വരാനിരിക്കുന്നുണ്ട് എന്നാണ് പലരും ഇപ്പോൾ പ്രവചിക്കുന്നത്. നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് പ്രളയമുണ്ടായപ്പോൾ അതിന് പല കാരണങ്ങളും പലരും പറഞ്ഞിരുന്നു. ഒന്നാമത്തേത് ഡാമുകൾ കൈകാര്യം ചെയ്ത രീതി. അത് ഒറ്റയടിക്ക് എല്ലാ ഡാമുകളും തുറന്നു വിട്ടത് പ്രളയത്തിന് കാരണമായി എന്ന് പറയുന്നവരുണ്ട്. അതേസമയം പുഴകളിലും അതുപോലെ തന്നെ തോടുകളിലുമൊക്കെ വെള്ളത്തിന് വേണ്ട രീതിയിൽ ഒഴുകിപ്പോകുന്നതിനുള്ള ഒരു സംവിധാനമില്ല, അതുകൊണ്ടാണ് പ്രളയം ഉണ്ടായത് എന്ന് പറയുന്നവരുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളും അതുപോലെ തന്നെ മൊത്തത്തിൽ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാടവും തോടും ഒക്കെ കയ്യേറി പണിതീർത്ത വീടുകളാണ് ഒഴുകിപ്പോയത് എന്നാണ് പലരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്. എന്തായാലും ഇവിടെ ജൂൺ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് ജൂൺ 1 സാധാരണ രീതിയിൽ മഴ പെയ്തു തുടങ്ങുന്ന ഒരു സമയമാണ്. ജൂൺ 1 ആകുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ ശക്തമായ മഴയാണ് കേരളത്തിൽ പെയ്തു തുടങ്ങിയത്. ഇന്ന് തൃശ്ശൂരിലും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ പെയ്ത മഴ അതിശക്തമായ മഴ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തും അതുപോലെ തന്നെ മറ്റ് കേരളത്തിന്റെ ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇന്ന് തൃശ്ശൂർ ശക്തമായ ഇടിയും മഴയും ഉണ്ടായി. തൃശ്ശൂർ ഇന്ന് ഇടിമിന്നലേറ്റ് 2 പേർ മരണപ്പെട്ടു. ഒരു മരണം തൃശ്ശൂർ ജില്ലയിലെ വേലൂരിലും മറ്റൊന്ന് വലപ്പാടുമാണ് സംഭവിച്ചത്. എന്തായാലും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ മഴ തുടങ്ങുന്നതിന് മുമ്പ് പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങുന്നു എന്നുള്ളത് വലിയ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ സമയങ്ങളിൽ പ്രളയം ഉണ്ടാകാനുള്ള സാഹചര്യത്തെക്കുറിച്ച് പലരും നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത്. എന്നാൽ ഇത്തവണ കഴിഞ്ഞ 2 പ്രളയങ്ങൾ ഉണ്ടായി, നമ്മൾ അതിനെ അതിജീവിച്ചെങ്കിലും ഇത്തവണ അതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള മഹാപ്രളയം ഉണ്ടാകും എന്നാണ് പല പ്രമുഖരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അതിനവർ പറയുന്ന കാരണങ്ങളും വളരെ വ്യക്തമാണ്. നേരത്തെ കണ്ടെത്തിയ ഒരു കാര്യമാണ് പുഴയിൽ മണലും ചളിയും ഒക്കെ കയറി വെള്ളം പുഴയിലൂടെ ഒഴുകിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന്. എന്നാൽ ഇതൊക്കെ കണ്ടെത്തിയെങ്കിലും ഇതുവരെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഇത്തവണ പുഴയിൽ നിന്നും മണൽ വാരും, വെള്ളത്തിന് വേണ്ട രീതിയിൽ ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്നൊക്കെ സർക്കാർ പലതവണ പറഞ്ഞിരുന്നു. എന്നാൽ പുഴയിൽ നിന്നും ചളി മാറ്റുന്നതിനോ മണൽ മാറ്റുന്നതിനോ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്തിനാണ് പുഴയുടെ കാര്യം പറയുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളുടെ ഇരുവശവുമുള്ള ചെറിയ കാനകൾ മഴ പെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ചെന്നു നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. സ്ലാബ് ഇട്ട് മൂടിയിട്ടുണ്ട് ഈ കാനകളൊക്കെ. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഈ തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നില്ല. വെള്ളം ഒഴുകുന്നതിന് വേണ്ടി റോഡിന് ഇരുവശവും നിർമ്മിച്ച ആ ചെറിയ തോടുകൾ വഴി വെള്ളം ഒഴുകാത്ത ഒരു സാഹചര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഇവിടെ അത്തരത്തിലുള്ള തോടുകൾ ക്ലീൻ ചെയ്യുന്നതിനുള്ള, അതിൽ നിന്നുള്ള മണ്ണ് വാരുന്നതിനുള്ള ഒരു പണി പോലും അവർ നടത്തിയില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നേരത്തെ പഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളാണെങ്കിലും ഇവിടെ മഴക്കാലം എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതായത് റോഡിലൂടെയെങ്കിലും നേരാവണ്ണം കുറച്ചു ദിവസമെങ്കിലും നടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ചെറിയ പ്രവർത്തനങ്ങൾ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി എടുത്തു പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള അതിന്റെ സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ജൂൺ എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മഴ തുടങ്ങിയിരിക്കുന്നു. മഴയാണെങ്കിൽ വളരെ ശക്തമായ സ്വഭാവമുള്ള മഴകൾ, അതുപോലെ തന്നെ മഴയോടൊപ്പം കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ എല്ലാവിധ സംഭവങ്ങളും എത്തുന്നുണ്ട്. എന്തായാലും ഇത്തവണ മഴ ശക്തമാകുകയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുമ്പോൾ നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ കുറച്ചു നേരമാണ് ശക്തമായ മഴ പെയ്തത്. ഉച്ചവരെ മാത്രമാണ് മഴ പെയ്തത്. പല റോഡുകളും വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ്. റോഡും തോടും അതുപോലെ തന്നെ പാടവും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ ഇടുക്കിയിലുമൊക്കെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ സംഭവിച്ച 2 പ്രളയത്തേക്കാൾ വളരെ ശക്തമായ രീതിയിലുള്ള ഭയാനകമായ ഒരു പ്രളയം ഇനിയും കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക്
കണക്കാക്കേണ്ടി വരും.